കുട്ടീസ്, ഇന്നത്തെ സ്പെഷ്യൽ ഫിഷ് ഫ്രൈയും ആൻഡ് ഫിഷ് കറിയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് വേണ്ടത് ഫിഷ് ഫ്രൈക്ക് വേണ്ടത് ഞാൻ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കുറച്ച് കുരുമുളകും കല്ലുപ്പും കൂടി നന്നായിട്ട് അമ്മിയുമായിട്ട് അരച്ച് വെച്ചതായിരുന്നു അത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് ഈ ഫിഷ് വറുക്കാൻ വേണ്ടി ആവശ്യത്തിന് വേണ്ട മുളക് പൊടി ഒരു 3-4 ടീസ്പൂണാണ് ഞാൻ മുളക് പൊടി ഇടുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് അരച്ച് വെച്ചതായിരുന്നു നേരത്തെ. ശ്രദ്ധിച്ച് കാണുന്നത് നിങ്ങൾ അരച്ചിൻ്റെ മിക്സി ഇടായതുകൊണ്ട്. അപ്പം നമുക്ക് ഒരു 3 ടീസ്പൂണാണ് ഞാൻ മുളകും പൊടി ഇട്ടത്. പിന്നെ അതിലേക്ക് കുറച്ച് ഫിഷ് മസാല പൗഡർ ഇട്ടു, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യാൻ പോകണേ. പക്ഷേ മിക്സ് ചെയ്യുന്നത് ഒരു പ്രത്യേകത, വെള്ളത്തിലല്ല, നമ്മൾ വെളിച്ചെണ്ണയിലാണ് അത് മിക്സ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്യുമ്പോൾ ഈ മീനിലേക്ക് നന്നായിട്ട് ഇത് പിടിക്കുകയും ചെയ്യും. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ നമുക്കത് അത്രയും വെളിച്ചെണ്ണ അത് കുടിക്കില്ല. അപ്പോൾ നമുക്ക് ഈ മീനിലേക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഈ വെളിച്ചെണ്ണയ്ക്കൊരു പ്രത്യേകിച്ച് തണുപ്പ് കിട്ടുമ്പോൾ കട്ടയാവുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അപ്പോൾ ഈ മീനിലിത് കട്ടയായിട്ടിരിക്കുകയും ചെയ്യും. മസാല എല്ലാം അതിൽ കട്ടയായിട്ടിരിക്കും. അതിന് വേണ്ടി ഞാനത് ചെയ്യുന്നതാണ്. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളത് ഫോളോ ചെയ്തോ. ഇനി നമ്മൾ നന്നായിട്ട് ഓരോ മീനായിട്ട് എടുത്തിട്ട് അതിലേക്ക് നന്നായിട്ട് മസാല പുരട്ടി, നന്നായി എല്ലാ സൈഡിലും മസാല പുരട്ടി ഒന്ന് ചെക്ക് ചെയ്ത് ഓരോ ഫിഷിനായിട്ട് നമ്മൾ വേർതിരിച്ചിട്ട് എടുത്തിട്ട് ചെയ്യുന്നത് കേട്ടോ. നന്നായിട്ട് വേർതിരിച്ചിട്ട് എല്ലാം കൂടി ഒരു സൈഡിലാക്കി വെച്ചു. എന്നിട്ട് ബാക്കി മസാല എല്ലാം അതിൻ്റെ മുകളിൽ ഇങ്ങനെ നമ്മൾ പൊത്തി വെച്ചു. എന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യും, ഫ്രിഡ്ജിൽ കൊണ്ടുപോയിട്ട് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്ക് ഫിഷ് കറിയിലേക്കുള്ള കാര്യങ്ങൾ നോക്കാം. ഫിഷ് കറിക്ക് വേണ്ട സാധനങ്ങളെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം മെയിനായിട്ട് വേണ്ടത് ഫിഷും, വെളുത്തുള്ളി, ഒരു കൈപ്പിടിയിലുള്ള ചുവന്നുള്ളി, പിന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, ഇത്ര മതി. പിന്നെ എന്താ പറയുക, കാശ്മീരി ചില്ലിയും ഇതുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചട്ടി ചൂടായി, ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ഉലുവ ഇട്ടു. ഉലുവ നന്നായിട്ട് ചൂടായതിന് ശേഷം, നല്ല മൂത്തതിന് ശേഷം നമുക്കതിലേക്ക് ആദ്യം പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യാം. അപ്പോൾ നമുക്കത് നോക്കാം. ഇതായി നമ്മുടെ ഉലുവ നന്നായിട്ട് മൂത്ത് വരുന്നു. അതിലേക്ക് ഞാൻ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളി, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടത് മൂപ്പിക്കുകയാണ്. നന്നായി മൂത്ത് അതിൻ്റെ പച്ചമണം എല്ലാം മാറിയതിന് ശേഷം മാത്രമേ നമുക്കതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇതിൻ്റെ ഈ പച്ചമണം എപ്പോഴും ഒരു കുത്ത് കിടക്കും. വെളുത്തുള്ളിക്കൊക്കെ ഒരു കുത്തുണ്ട്, അതൊക്കെ നമുക്ക് കറിയിലേക്ക് ഇങ്ങനെ ഇതായി കിടക്കും. അപ്പോൾ അതിന് പകരം നമുക്ക് നന്നായിട്ടൊരു മൂത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഓരോരോ പൊടികളായിട്ട് ആഡ് ചെയ്യുക. നന്നായിട്ട് മൂക്കണേ. നന്നായിട്ട് സോട്ട് ചെയ്ത് നന്നായി മൂത്ത് വരുമ്പോൾ മാത്രം നമുക്ക് ആഡ് ചെയ്യാം. എന്ത് വെച്ചാൽ എൻ്റെ മിക്സി കേടായിരുന്നുകൊണ്ട് ഞാൻ അമ്മിക്കല്ലിൽ അരച്ചേ. പൊതുവേ ഞാൻ മിക്സി തന്നെ യൂസ് ചെയ്യാറ്. പക്ഷേ ഇപ്പോൾ അരച്ചത് അമ്മിയിൽ അരച്ചത്. കാരണം മിക്സി കുറച്ച് ദിവസമായി കേടായിട്ട് നേരാക്കാൻ കൊടുത്തിരിക്കുകയാണ്. നേരാക്കി കിട്ടുന്നവരെ ഇപ്പോൾ അമ്മി തന്നെ ആശ്രയം. നോക്ക്, നമ്മൾ വർത്താനം പറയുന്ന വിളിക്കുക മൂത്ത് വന്നിരിക്കുന്നു നന്നായിട്ട്. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടു, മുളകും പൊടി ഇട്ടു, കാശ്മീരി ചില്ലിയാണ് ഇട്ടത്, ഒരു 2-3 ടീസ്പൂൺ ഇട്ടു. ഞാൻ ഫിഷ് മസാല പൗഡർ ഉണ്ട്, അതിട്ടു. അത് 3 ടീസ്പൂൺ ഇട്ടു. മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടത് മൂക്കുന്നവരെ ഇളക്കി കൊടുക്കുക. ഒത്തിരി വെളിച്ചെണ്ണയിൽ കിടന്ന് മൂക്കുന്നതിനോട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ വെളിച്ചെണ്ണ അധികം യൂസ് ചെയ്യുന്നത് അധികം ഇഷ്ടമല്ല. നമുക്ക് ഹെൽത്ത് നോക്കണ്ടേ. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഇല്ലാതെ നന്നായിട്ട് ആ പൊടി മാത്രം ഒന്ന് മൂപ്പിച്ചെടുത്തത് കേട്ടോ. ഇനി അതിലേക്ക് എന്താ ചെയ്യാൻ, തക്കാളി ഞാൻ ഇതേപോലെ കല്ലിൽ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തക്കാളി ആ പേസ്റ്റ് അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി തക്കാളിയും ഇതെല്ലാം കൂടിയിട്ട് ഒന്നും കൂടി നന്നായിട്ട് തക്കാളിയുടെ പച്ചമണം മാറുന്ന വരെ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാൻ കുറച്ചും കൂടി, എനിക്ക് കറിവേപ്പില ഭയങ്കര വീക്ക്നെസ്സാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കറിവേപ്പില ഇട്ടുകൊണ്ടിരിക്കും. പിന്നെ നമ്മളെ വീട്ടിലെ മുറ്റത്ത് തന്നെ കറിവേപ്പില ഉണ്ട്, അതെല്ലാം നമ്മൾ പൊട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ നാടൻ കറിവേപ്പില അപ്പം ഇട്ടാലും കുഴപ്പമില്ല. ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുടംപുളി. ഞാൻ കുടംപുളി യൂസ് ചെയ്തിട്ടാണ് മീൻ കറി ഉണ്ടാക്കുന്നത്. സാദാ പുളി യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ കുടംപുളി ആകുമ്പോൾ ഒന്നിനും ടേസ്റ്റ് അധികമായിരിക്കുമല്ലോ. നാളേക്കൊക്കെ ആകുമ്പോൾ പിന്നെ ഒന്നും പറയണ്ട, അത്രയും ടേസ്റ്റ് ആയിരിക്കും. കുടംപുളി ഇട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചു. അപ്പോൾ നമ്മൾ ആ കുടംപുളി എടുത്ത ആ പാത്രത്തിൽ അത്രയും പാത്രമാണ് വെള്ളം ഒഴിച്ചത്. എന്നിട്ട് ഇനി ഈ വെള്ളം നന്നായി തിളയ്ക്കണം. കറി നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഓരോ മീൻ കഷ്ണങ്ങളായിട്ട് ഇടാം. ഇപ്പോൾ കുടുതയാണ് കറിയൊക്കെ എടുത്തത്. കുടുത എന്ന് വെച്ചാൽ ഇവിടെ എറണാകുളത്ത് ചൂര എന്നാണ് പറയുക. വെള്ളച്ചൂര കറി വയ്ക്കുക. ഓരോ കഷ്ണങ്ങളും അതിൽ ഇട്ടിട്ട് നന്നായിട്ട് കറി തിളച്ചു. ഒരു 10-15 മിനിറ്റോളം ഞാൻ കറി തിളപ്പിച്ചതിന് ശേഷം അതിൽ നിന്നാണ് ഞാൻ
പുളി എടുത്തു മാറ്റി വെച്ചു കേട്ടോ, കുടംപുളി എടുത്ത് മാറ്റി വെച്ച്. ഇനി അതിലേക്ക് കറി നന്നായി വെന്തതിന് ശേഷം അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ അടച്ചു ഫ്ലെയിം ഓഫ് ചെയ്തു. ചട്ടി ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, ചട്ടിയിൽ ആ ചൂട് ഒത്തിരി നിൽക്കും. കറി വയ്ക്കാൻ ചട്ടിയാണ് ഏറ്റവും നല്ലത്. ഇനി ഇതാ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഫിഷ് എടുത്തിട്ട് നമ്മൾ വറുക്കുകയാണ്. അതായത് വെളിച്ചെണ്ണ ഒഴിച്ചു ചീനച്ചട്ടിയിൽ. ഇത് ഓരോ ഫിഷായിട്ട് അതിൽ ഇട്ടിട്ട് ഫിഷ് കഷ്ണങ്ങളായിട്ട് നമ്മളതിൽ ഇട്ടു. ഇതേ കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് നന്നായിട്ട് മുരിച്ച് വറുത്തെടുത്തു. ഇനി എന്ത് ചെയ്യാം, ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും കൂടിയിട്ട് ഒരു നല്ലൊരു പിടി പിടിക്കാം. നമുക്ക് പുളിയിഞ്ചി ഉണ്ട്, അച്ചാറുണ്ട്, മുളക് ഉപ്പിലിട്ടതുണ്ട്. ഇനി എന്ത് ചെയ്യും, ഒരു ഫിഷ് ഫ്രൈയും പിന്നെ കുറച്ച് എല്ലാം കൂട്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ഒരു ചോറ് കഴിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.